ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, നിങ്ങളുടെ റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങളിപ്പോൾ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം ആ ഒരു പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ടോ, ചിന്തിക്കുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. അവരെന്താണ് നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ ഫീൽ ചെയ്യുന്നത്. 5 ഓഫ് വാൻഡ്സ്, ക്യൂൻ ഓഫ് പെൻഡക്കിൾസ്, ഏസ് ഓഫ് പെൻഡക്കിൾസ്, 5 ഓഫ് സോൾസ് ആണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ വ്യക്തി നിങ്ങളുമായിട്ട് ബ്രേക്കപ്പ് സിറ്റുവേഷനിലൊക്കെ ആണെങ്കിൽ പോലും ഈ ഒരു സമയത്ത് ഒരുപാട് നിങ്ങളെ ഓർക്കുന്നുണ്ട്. നിങ്ങളിലേക്ക് കടന്നു വരണമെന്ന് അതിയായിട്ട് അവർ ആഗ്രഹിക്കുന്നതായിട്ട് കാണാം. ചിലപ്പോൾ പൂർണ്ണമായിട്ടും നിലച്ചു പോയൊരു ബന്ധം തന്നെ ആയിരിക്കാം നിങ്ങളുടേത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അങ്ങനെ ഒരു ബന്ധം നിലയ്ക്കാനായിട്ട് പുറത്തു നിന്നുള്ള തേർഡ് പാർട്ടി എനർജീസ് ഒക്കെ വളരെ സ്ട്രോങ് ആണ്. ചിലപ്പോൾ ആ ഒരു സാഹചര്യം കൊണ്ട് തന്നെ ആയിരിക്കാം നിങ്ങൾ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനിലേക്ക് പോയിരിക്കുന്നത്. എന്നാൽ നിലവിൽ ഇവിടെ നോക്കുവാണെങ്കിൽ ഏത് സാഹചര്യമാണെന്നുണ്ടെങ്കിലും വളരെ പെട്ടെന്ന് അവർ നിങ്ങളിലേക്ക് ഓടിയെത്തണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളോട് വളരെയധികം ഒരു ദേഷ്യവും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടാണ് ഇവർ മാറിപ്പോയിരുന്നത് എങ്കിലും ഇപ്പൊ അവരുടെ ദേഷ്യം എല്ലാം പൂർണ്ണമായിട്ടും അസ്തമിച്ചു പോയിരിക്കുന്നു. അവർ വളരെയധികം ടയേർഡ് ആണ്. വേദനിക്കുന്ന ഒരു മനസ്സോടുകൂടി തന്നെയാണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്. നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ തന്നെ ഒരു ന്യൂ ബിഗിനിങ് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. വൈകാരികപരമായിട്ട് ഈ ഒരു സ്നേഹബന്ധത്തിൽ ഒരു പുതിയ തുടക്കം കൊണ്ടുവരണം. അതിനുവേണ്ടി ഒരുപാട് ചിന്തിക്കുന്നുണ്ട്, ഒരുപാട് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇവിടെ പ്ലാനിംഗ് എന്ന് പറയാൻ കാരണം ഒരുപാട് തടസ്സങ്ങളുള്ള ഒരു റിലേഷൻഷിപ്പ് ആണ് നിങ്ങളുടേത്. നിങ്ങൾ തമ്മിൽ പരസ്പരം ഒന്നിക്കാനായിട്ട് ഒരുപാട് തടസ്സങ്ങൾ ഉണ്ട് എന്നുള്ളത് ഇവർക്ക് വ്യക്തമായിട്ട് അറിയാം. ഒരുപക്ഷെ നിങ്ങൾക്കും അറിയാമായിരിക്കാം. അപ്പൊ അവർക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെ അവർ ആദ്യ സമയങ്ങളിൽ ദേഷ്യമൊക്കെ കാണിച്ചിരുന്നെങ്കിലും ഇപ്പൊ നിങ്ങളെ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ വീണ്ടും നിങ്ങളോടൊന്ന് ഒന്നിക്കണം, ഒന്നു ചേരണം എന്നൊരു ആഗ്രഹമാണ് വരുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് അവർ ഈ ഒരു സമയത്ത് ഒരുപാട് ചിന്തിക്കുന്നു, ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നു. അപ്പൊ ഈ ഒരു രീതിയിലാണ് നമുക്ക് എനർജി കിട്ടുന്നത്. നിങ്ങളുടെ പേഴ്സന്റെ ഒരു എനർജി അല്ലെങ്കിൽ നിങ്ങളുടെ സിറ്റുവേഷൻ ഈ ഒരു രീതിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് വെച്ച് നിങ്ങൾ കണക്ട് ചെയ്യുക. ഈ ഒരു എനർജിയെ നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിലും അതുപോലെ സിറ്റുവേഷൻ ഇങ്ങനെ നിങ്ങൾക്ക് മാച്ച് ആണെന്നുണ്ടെങ്കിലും പോസിറ്റീവായിട്ട് തന്നെ ആ ഒരു സ്ട്രോങ് ബോണ്ടിങ്ങിനായിട്ട് ക്ലെയിം ചെയ്യാം.